ഭക്തിസാന്ദ്രവും വർണ്ണവിസ്മയവും തീർത്ത് കൊല്ലം പോരുവഴി മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം. വിവിധ കരകളിലെ വലിയ എടുപ്പുകുതിരകളും എടുപ്പുകാളയും നൂറുകണക്കിന് ചെറുതും വലുതുമായ കെട്ടുരുപ്പടികളും കെട്ടുത്സവത്തിന് ഭംഗി കൂട്ടി. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായത് ജനസാഗരമാണ്. ഈ റിപ്പോർട്ടോടുകൂടി പുത്തൻപുലരി സമാപിക്കുകയാണ്. എങ്ങും ആരവങ്ങൾ മുഴങ്ങി. ഈ നാട് ആചാരപ്പെരുമയോടെയുള്ള ആഘോഷ തിമിർപ്പിലാണ്. ഓരോ കരകളും ആവേശത്തോടെ മലക്കുട ഉത്സവത്തിന്റെ ഭാഗമായി 8 ദിവസത്തെ ആഘോഷങ്ങളോടെ മീനമാസം 2-ാം വെള്ളിയാഴ്ചയാണ് എല്ലാ തവണയും മലക്കുട മഹോത്സവം നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രത്തിലെ 28-ാമത്തെ ഫൈനൽ ദിവസം ഉത്സവമാണെന്ന്. ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 മണിയോടുകൂടി ഭഗവതി എഴുന്നള്ളത്ത് പറ്റിച്ചേർന്നിരിക്കുകയാണ്. 5 മണിയോടുകൂടി കച്ചകെട്ട് ആരംഭിക്കും. കടത്താശ്ശേരി കുടുംബത്തിൽ നിന്നാണ് കച്ചകെട്ട് ആരംഭിക്കുന്നത്. കച്ചകെട്ടിന് ശേഷം ഊരാളി മുരഘട്ടത്തിലേക്ക് പോവുകയും 7 കരകളിൽ നിന്നും 6 ഇടുപ്പ് കുതിരയും തനത് കരക്കട കാളയും പിന്നെ ചെറിയ ഈ ഉരുപ്പടികൾ ഒരു 500ഓളം ഉണ്ടാവും. ഇത് ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് മല കയറി വന്ന് അപ്പോൾ പിന്നെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇതൊരു 10 മണി ആകുമ്പോഴത്തേക്ക് സമാപനത്തിലേക്ക് പോകുന്നത്. വിവിധ കരകളിൽ നിന്നും വലിയ വർണ്ണാഭമായ എടുപ്പുകുതിരകളും കാളകളും ഒപ്പം നൂറുകണക്കിന് വലുതും ചെറുതുമായ കെട്ടുരുപ്പടികളും വൈകിട്ടോടെ കുന്നിന് താഴെ അണിനിരന്ന ഓരോന്നും ചടങ്ങുകൾ പൂർത്തിയാക്കി വരിയായി ക്ഷേത്ര സന്നിധിയിലേക്ക്. വലിയ കെട്ടുകാഴ്ചകളോടും ആചാരവെടിയോടും കൂടി ഒരുമയോടെ ദുര്യോധനെ വരവേൽക്കാൻ തയ്യാറാകുന്ന ജനങ്ങൾ അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൽത്തറയിൽ പനമ്പായ വിരിച്ച് വായ്ക്കരിയിടിയിൽ കർമ്മവും നടന്നു. ഇത്തവണ ഉത്സവത്തിന് വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പ്രതീക്ഷിച്ചതിലില്ല, അതിനപ്പുറത്താണ് ഈ പ്രാവശ്യത്തെ ഉത്സവം. അതുപോലെ തന്നെ കെട്ടുകാഴ്ചകളും മറ്റ് കരയുരുപ്പടികളും എല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാം ഇരട്ടിയാണ്. ഇവിടെ വന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് പോകുന്നത്. ഉത്സവത്തിൻ്റെ നല്ല ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് നടന്നതിനേക്കാൾ 10 മടങ്ങ് ആദ്യമായിട്ടുള്ള പരിപാടികളോടെയാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം നടക്കുന്നത്. ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തുസൂക്ഷിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. പാണ്ഡവരെ അന്വേഷിച്ച് കൗരവർ നടത്തിയ ദേശസഞ്ചാരത്തിനിടയിൽ ദാഹിച്ചു പരവശനായ ദുര്യോധനൻ കടുത്താംശ്ശേരി കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സ്ത്രീ ചെത്തുകള്ള് നൽകിയെന്നും മലമുകളിൽ ധ്യാനമിരുന്ന ശേഷം പ്രദേശവാസികളുടെ അനുവാദത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. മീനമാസം 2-ാം വെള്ളിയാഴ്ച താൻ യുദ്ധത്തിൽ ജയിച്ച് തിരികെ വരുമ്പോൾ സകലവിധ ഒരുക്കങ്ങളോടെ തന്നെ സ്വീകരിക്കണമെന്നും അതുകഴിഞ്ഞും തന്നെ കണ്ടില്ലെങ്കിൽ യുദ്ധത്തിൽ താൻ മരിച്ചതായി കണക്കാക്കി ഉദയക്രിയകൾ നടത്തണമെന്നും ദുര്യോധനൻ പറഞ്ഞതായാണ് വിശ്വാസം. ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ക്ഷേത്രത്തിൽ ആൽത്തറയെയാണ് ആരാധനാമൂർത്തിയായി സങ്കല്പിച്ചിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് മലനട ക്ഷേത്രത്തിലെ മലക്കുട ഉത്സവം. ജനം, കൊല്ലം.